ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഭഗവാൻ, അതായത് ഗുരുവായൂരപ്പന് നമുക്ക് തുലാഭാരം നടത്തിയാൽ നമുക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ്. അതായത് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഓരോ രീതി, അതായത് നമ്മളിപ്പോൾ പഞ്ചസാരയിൽ തുലാഭാരം നടത്തുകയാണെങ്കിൽ നമ്മളിലുള്ള അസുഖങ്ങൾക്ക്, രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശമിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് ശമിക്കുന്നതാണ്. പിന്നെ മെഡിസിൻസ് എടുക്കുന്നവർ അതും എടുത്തോണം. പക്ഷേ നമ്മൾ ഈ ഒരു പൂജ തുലാഭാരം ഭഗവാന്റെ അടുത്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലല്പം ആശ്വാസം നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പണത്തിനും അതുപോലെ സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമ്മൾ മഞ്ചാടിക്കുരു, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മഞ്ചാടിക്കുരു എന്ന് പറയുന്നത്. മഞ്ചാടിക്കുരുവിൽ തുലാഭാരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എത്രയും പെട്ടെന്ന് മാറി നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മഞ്ചാടിക്കുരുവിൽ നമ്മൾ തുലാഭാരം നടത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ശർക്കരയിൽ തുലാഭാരം നടത്താം. ശർക്കരയിൽ തുലാഭാരം നടത്തുന്നത് നമുക്ക് ചിക്കൻ ബോക്സ് അതുപോലെയുള്ള നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു അസുഖങ്ങളുണ്ടല്ലോ, ആ സ്കിൻ പ്രോബ്ലംസിന് ഏറ്റവും നല്ലതാണ്. അതൊക്കെ പെട്ടെന്ന് മാറാൻ. പക്ഷേ അതിനോടൊപ്പം നമ്മൾ മെഡിസിൻസും എടുത്തോണം. പക്ഷേ അതിൽ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് കുറേ ശമനം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ദീർഘസുമംഗലികളായിട്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നതിന് വേണ്ടിയും നമുക്ക് തുലാഭാരം നടത്താം. അത് നമുക്ക് കദളിപ്പഴത്തിലോ അല്ലെങ്കിൽ ജലം, നമുക്ക് ഒന്നുമില്ല എങ്കിൽ നമുക്ക് ഒരു സാധനങ്ങളും ഇല്ല, ജലത്തിൽ വേണമെങ്കിൽ നമുക്ക് തുലാഭാരം ഭഗവാന്റെ മുന്നിൽ നടത്താം. അത് സ്ത്രീകൾ നടത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ താമരയിൽ നമുക്ക് ഭഗവാന് തുലാഭാരം നടത്താം. താമര കൊണ്ട് തുലാഭാരം നടത്തിയാൽ ഭഗവാന്റെ അടുത്ത് നടത്തിയാൽ ധനാഭിവൃദ്ധിയും പിന്നെ ജോലിയിലൊക്കെ ഉയർച്ചയും ഒക്കെയാണ് ഫലമായിട്ടുള്ളത്. അത് താമരപ്പൂ കൊണ്ട് നമുക്ക് ഭഗവാന് തുലാഭാരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നത് ലക്ഷ്മി കടാക്ഷത്താലാണ്. താമരപ്പൂവിലാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. ആ ലക്ഷ്മി കടാക്ഷത്താൽ, ആ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹവും കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശനിദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോയിട്ട് എള്ള് കൊണ്ട് നമ്മൾ തുലാഭാരം നടത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ശനിദോഷ പരിഹാരം നമുക്കുണ്ടാകുന്നതാണ്. അതുപോലെ നമുക്ക് പനിനീര് കൊണ്ടും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് തുലാഭാരം നടത്താം. അതുപോലെ ശർക്കരയിൽ തുലാഭാരം നടത്താം. അങ്ങനെ പല നമുക്ക് അവിടെ അവൈലബിളായിട്ടുള്ള പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് തുലാഭാരം അവിടെ നടത്താവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് തുലാഭാരം നടത്തുന്നതുകൊണ്ട് ഉള്ള പ്രയോജനമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അപ്പോൾ എല്ലാവരും തുലാഭാരമൊക്കെ നടത്താൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.